പയർ എങ്ങനെ കൃഷി ചെയ്താലാണ് നമുക്ക് സക്സസ് ആവുക, അല്ലെങ്കിൽ എങ്ങനത്തെ വിത്ത് തൊട്ട് നമ്മൾ പയർ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് പയർ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ 4 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രിപ്പ് പയറിൻ്റെ കൃഷി കഴിയും ശരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യതയോടെ ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്തിട്ട് നമുക്ക് ഫ്ലോപ്പായതും സക്സസ് ആയ കാര്യങ്ങളാണ് പയർ കൃഷിയിൽ എന്ന് പറയണത്. പയർ വിത്ത് തിരഞ്ഞെടുക്കുന്നതിന് തന്നെയാണ് അതിലൊന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ നമുക്ക് മേടിക്കാൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ, കൃഷിഭവൻ, അല്ലെങ്കിൽ ബ്ലോക്ക് ഏരിയകളിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് തലത്തിൽ, ജില്ലാ തലത്തിലൊക്കെ ഇതിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കിതിന് 10 രൂപയാണ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ വളക്കടയിൽ നിന്ന് നമുക്ക് കിട്ടും. വളക്കടയിൽ നിന്ന് നമുക്കിത് ഇതുപോലത്തെ വിത്ത് 40 രൂപ അല്ലെങ്കിൽ 30 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് കുക്കുംബറിൻ്റെയാണ്. എൻ്റെ കയ്യിൽ പയർ വിത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പയറില്ലാത്തത് കൊണ്ട് നമുക്കത് അവിടെ നിന്ന് കിട്ടിയില്ല, അതിൽ തന്നെ കിട്ടും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, വിത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്താനിടണം. കുതിർത്താനിട്ടിട്ട് തലേദിവസം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു കോട്ടൺ തുണി ഇതുപോലെ നനച്ചിട്ട് ഇതിൽ വെക്കുകയാണെങ്കിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ പയർ വിത്ത് മുള വന്നു. ഞാനിതിൽ കുക്കുംബറിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും എളുപ്പത്തിൽ പയർ മുളയ്ക്കൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വിത്തുകളെല്ലാം ഹൈബ്രിഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടും. ഹൈബ്രിഡ് വിത്ത് പാവിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോപ്പ് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പാവിയിൽ ഇതിൽ ഒരെണ്ണമാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു വിത്തും കൂടി നമ്മളിതിൽ കുഴിച്ചിടുകയാണ്. ഇത് ചുമന്ന വള്ളിപ്പയറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒരെണ്ണം തന്നെ കുഴിച്ചിടണുള്ളൂ. ഇനി ഹൈബ്രിഡ് വിത്ത് വാങ്ങിക്കാതെ നമ്മൾ ഒരു പ്രാവശ്യം നട്ടതിൻ്റെ വിത്ത് തന്നെ എടുത്താൽ കണ്ടു. ഇതാണ് അവസ്ഥ. ഞാനിത് എല്ലാ ചെടികളും നോക്കണ പോലെ തന്നെയാണ് ഇതും ഗ്രോ ബാഗിൽ കാണിച്ചത്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായി ചെയ്യാൻ. എന്നിട്ട് നോക്കിയേ, പയറൊക്കെ പൂത്തു, പക്ഷേ എന്നും കേടാതിന്. കണ്ടോ, ഞാൻ എത്ര തവണ മരുന്നടിച്ചാന്ന് പറയും. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഞാനവിടെ വിത്ത് വാങ്ങിക്കാൻ പോയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയണത് ഹൈബ്രിഡ് ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നത്തെ വിത്ത് നമ്മൾ വീണ്ടും വാങ്ങിച്ച് തന്നെ നടണം. അതിൽ നിന്ന് വിത്ത് എടുത്താൽ അതിന് പ്രതിരോധശേഷി ഭയങ്കര കുറവാണ്. അത് ശരിയാണ് കേട്ടോ പറയണത്. അപ്പോൾ ഞാൻ ഇതും അതിൻ്റെ വിത്ത് പാവിയതാണ്. പക്ഷേ എനിക്കതുകൊണ്ട് വിശ്വാസമില്ല. അപ്പോൾ ഞാനിത് പറിച്ച് കളയാണ്. കണ്ട, ഇത്തിരി കരുണ ഇല്ലായ്മ കാണിച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യണം. ഇതിൽ ഒരു വിത്ത് അന്ന് പാവിയതാണ് പുതിയത്, അത് ഞാൻ പറിക്കണില്ല. കണ്ട, ഇത് പറിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു വിഷമം നമ്മൾ നോക്കണ്ട. അയ്യോ ഇത് മുളച്ചില്ലേ, ഇനിയിപ്പോൾ ഇത് കളയണ്ട. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെക്കുക തന്നെ വേണം. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ പുതിയ വിത്ത് ഇതിൽ നടുക. അതിന് ആഴം ഒരു പയറുമണിയുടെ ആഴം തന്നെയാണ് ആ പയറിനും വേണ്ടോ. അപ്പോൾ അത്രയും ആഴത്തിൽ മാത്രം പയർ നട്ടാൽ മതി. കണ്ടു, ഇങ്ങനെ ഞാൻ ചുറ്റും നട്ടു. ഇനി അതിന് കുറച്ച് മാത്രം മണ്ണ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് വെള്ളം ഒഴിക്കുക. സൂഡോമോണസാണ്. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ അതുപോലെ തന്നെ അവർ പറയണ പോലെ നട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടാവും. എനിക്കങ്ങനെ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിത്ത് പിന്നെയും ഉപയോഗിച്ചത്. പക്ഷേ അത് നമുക്ക് സക്സസ് ആവില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നനച്ച പയറുമ്പോൾ മണ്ടരിയായിരുന്നു. ഇതുമ്പോൾ മണ്ടരി ഇല്ലേ, കണ്ടോ, പക്ഷേ ചുക്കി ചുളിഞ്ഞ് ഒരു ഉഷാറുമില്ല. ഇങ്ങോട്ട് കയറണമെന്നില്ല. പൂവൊക്കെ ഇട്ടുണ്ട്, അതൊന്നും എനിക്കത് ഉറപ്പില്ല. കമ്പിലൊക്കെ ഇട്ടുണ്ട്. പക്ഷേ കണ്ടോ, ഇതിനൊക്കെ പ്രാണികൾ നമുക്ക് കാണില്ല. പക്ഷേ ഇത് നിൽക്കണമൊക്കെ ഒരു രോഗിയായ ആൾക്കാരെ കാണുന്ന പോലെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യരുത്. ഞാനിനിയിപ്പോൾ ഇതിൻ്റെ കടയൊക്കെ വലിച്ച് അടുത്ത ട്രിപ്പ് നടും. പിന്നെ നമ്മൾ പയർ നടുമ്പോൾ എല്ലാ മാസവും പയർ നടുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പയർ പൊട്ടിക്കാനായിട്ട് പറ്റും. ഇനി ഏത് പച്ചക്കറി, തക്കാളി, വെണ്ട, വഴുതന, മുളക്, പയർ, ഇതൊക്കെ നടാൻ നമുക്ക് ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഞാൻ പറയണത് ഇപ്പോൾ വലിയ പൈസയൊന്നും ഇതിന് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ആ കൺസൾട്ടിങ് ഫീ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒരു വർഷം ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നോക്കി, ഇത് ലക്കാനി എന്ന് പറയുന്നതാണ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെന്തൊക്കെ നോക്കി, മീലിമുട്ട, വെള്ളീച്ച, ഇതിനൊക്കെ നമുക്ക് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിക്കുക. പിന്നെ ഇത് നോക്കി, ഇത് മണ്ണിലൂടെ. അപ്പോൾ നമ്മൾ മണ്ണിൽ നടുമ്പോൾ ആദ്യം മണ്ണിൽ വേണമെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ അത് തടയും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സൂഡോമോണസ്. തക്കാളി, ഇഞ്ചി, കുരുമുളക്, ഇങ്ങനെ എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. വിത്തിൽ പുരട്ടാം. പിന്നെ വെള്ളം ചേർത്തിട്ട് ഇനി മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളിനിപ്പോൾ ഉപയോഗിക്കുന്ന സൂഡോമോണസ് എന്ന് പറയുന്നത്. ഇതിന് 60 രൂപയാണ്. ഇത് കാർഷിക സർവകലാശാല മണ്ണുത്തിയിൽ കിട്ടും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, തൃശ്ശൂർ അഗ്രോ ബസാർ. അവിടുന്ന് നമുക്ക് ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇങ്ങനത്തെ കിട്ടും.
1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഗ്രാം ഒരു തീപ്പെട്ടിക്കൂട്, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അത്ര ഇട്ടിട്ട് ഞാൻ അതിപ്പോൾ 1 ലിറ്റർ എടുത്തിട്ടുള്ള കാരണം എനിക്ക് ആ പയറിന് മാത്രമാണ് പോയിക്കേണ്ടത്. വാട്ടരോഗം വേരിലൂടെ വരണത് അതിനെല്ലാം ഇത് നല്ല ഫലവത്തായ ഒരു മരുന്നാണ്. ജൈവ കീടാണുമാണ്. അതുകൊണ്ട് ഇത് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ എയർ ടൈറ്റായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വേണം എടുത്ത് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം, എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം. നട്ട് കഴിഞ്ഞാലും പറിച്ച് നട്ടാലും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഈ വഴുതനേമ്മ കണ്ടതുപോലെ ഒരു വര പോലെ ഇത് നമ്മൾ പയറുമ്പിലും കാണും, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയ പോലെ. അത് വെള്ളീച്ചയുടെ ആക്രമണമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. അതിൻ്റെ പേസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെളുത്തുള്ളി, വേപ്പെണ്ണ, സോപ്പ് കൂടി ചതച്ച് ഇത് നല്ല അതിൻ്റെ ലിക്വിഡ് അരിച്ചെടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വരില്ല. പിന്നെ മറ്റേ മില്ലി ബഗ് അതിനൊക്കെ ഇതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ തെളിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പയറിൻ്റെ തൈയൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കണേ. നമ്മൾ അത് വീഡിയോ കണ്ടവർക്ക് അറിയാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന്. ഇപ്പോൾ സ്റ്റെറാമീൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിന് ചെയ്യേണ്ടത് കാൽഷ്യത്തിൻ്റെ കുറവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനി 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ നമ്മൾ ഈ പയറിന് ഇത്ര പരിവായില്ലോ, പയർ, തക്കാളി, മുളക് ഇതിനൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഡോളോമേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നുമില്ലാണ്ട് വെറുതെ നമ്മൾ പണ്ടത്തെ പോലെ വെണ്ണീർ അങ്ങനെ ഇട്ടാലൊന്നും ഇപ്പോൾ പയർ ഉഷാറായിട്ട് കാണാനില്ല ഞാൻ കൃഷി ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ ഇനി ഡോളോമേറ്റ് കൊടുക്കണം. പിന്നെ പടർത്തി കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് വേപ്പെണ്ണ മിശ്രിതം. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ബൂസ്റ്റർ ഉണ്ട് കേട്ടോ, ഞാനിനി വീഡിയോ ചെയ്ത് കാണിക്കാം. ചായല തിളപ്പിച്ചിട്ട് ഒരു ബൂസ്റ്റർ ഉണ്ട്, നമ്മുടെ വേസ്റ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ വല്ല ബോൺ പൗഡറോ അല്ലെങ്കിൽ സ്റ്റെറാമീലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. ആഴ്ചയിൽ ഒരു പിടി വളം എന്തായാലും ജൈവ വളം ഇട്ട് കൊടുത്താലാണ് എല്ലാ പച്ചക്കറികളും നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചീര മുളച്ചെന്ന് കണ്ടില്ലേ, ഇങ്ങനെ പാവയെ പോലെയാണ് ചീനി. അതിൻ്റെ ഉള്ളിലത്തെ കളയൊക്കെ പറിച്ച് കളഞ്ഞാൽ നമുക്ക് ഇഷ്ടമാതിരി ചീര കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് പയർ നടുമ്പോൾ അല്ലെങ്കിൽ ഏത് ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പയറിന് പ്രത്യേകം ചെയ്തു എന്ന് മാത്രം. വിത്ത് ശ്രദ്ധിക്കുക, അത് സുഡോമോണസ് കലക്കി ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും. വേര് ചീച്ചലോ അല്ലെങ്കിൽ വാട്ടരോഗമോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ വേപ്പെണ്ണ മിശ്രിതം തെളിക്കുക, പിന്നെ ബിവേറിയ തെളിക്കുക. അങ്ങനെ എന്നും നോക്കുകയാണെങ്കിൽ ഇതിന് രോഗപ്രതിരോധ ശേഷിയും കിട്ടും. അതായത് വെള്ളീച്ചയൊക്കെ വന്നിട്ട് ഇങ്ങനെ രേഖ പോലെ വരും ഈ ഇലയുടെ ചുറ്റും, ഇങ്ങനെ ഒരു വര പോലെ, അത് വരരുത്. പിന്നെ ഈ മണ്ടിരി വരാണ്ടിരിക്കാനൊക്കെ ഇത് ഇങ്ങനെ 3 ദിവസം കൂടുമ്പോൾ ഇത് അടിച്ചു കൊടുത്താൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ ട്ടാ.